മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പിശാച് വിശ്വാസികളെ ഏത് രീതിയിലാണ് ആക്രമിക്കുന്നത് അല്ലെങ്കിൽ അവരെ തെറ്റിക്കുന്നത് എന്നുള്ള ചിന്തകളാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചത്. കഴിഞ്ഞ ദിവസം കുറ്റാരോപണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ ഇനിയും ചിന്തിക്കാനുള്ള ക്ഷമയില്ലായ്മ എന്നുള്ള അൺഫോർഗീവ്നെസ് എന്നുള്ളൊരു വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സാത്താന് അറിയാം നമ്മൾ മറ്റുള്ളവരെ ക്ഷമിക്കാതിരുന്നാൽ ദൈവം നമ്മളോട് ക്ഷമിക്കുകയില്ല എന്നുള്ളത് സാത്താൻ അറിയാം. തോമസ് ബ്രൂക്സ് എന്ന് പറഞ്ഞ ഒരു പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നതാണ്, Satan knows that if he keeps us from forgiving others, he can keep us from receiving forgiveness from God. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ നിന്ന് ക്ഷമ പ്രാപിക്കണം എങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ട് അത് ചെയ്യേണ്ടതാണ്. അത് സാത്താൻ അതിനെ തടസ്സപ്പെടുത്തുന്നു. ക്ഷമിക്കാൻ സാധിക്കാതിരിക്കുന്ന അവസ്ഥ, ഇന്ന് അൺഫോർഗീവ്നെസ് എന്ന് പറയുന്നത് ഇന്ന് എല്ലായിടവും ഉള്ളതാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഫീൽഡിലും ഉണ്ട്, അല്ലാത്തിടത്തുമുണ്ട്. മറ്റുള്ളവരോട് ക്ഷമിക്കാതിരിക്കുക എന്നുള്ള കാര്യം പൗലോസിനെ സംബന്ധിച്ചിടത്തോളം കൊരിന്ത്യ സഭയിലെ പൗലോസിൻ്റെ അപ്പോസ്തലിക് അതോറിറ്റിയെക്കുറിച്ച് ആളുടെ ഇടയിൽ ഡിസ്കഷൻ വന്നു. അത് ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ പൗലോസ് പരസ്യമായി വഴക്ക് പറഞ്ഞു. ഇതവിടെ കലഹമുണ്ടാക്കി. കൂടുതൽ ആളുകളും അത് സഭയെ നശിപ്പിക്കും എന്നുള്ള രീതിയിൽ സംസാരിച്ചു. എന്നാൽ പൗലോസാണ് അതിന് കൂടുതൽ അഫക്റ്റഡ് ആയത് എങ്കിലും അവിടെ ഒരു ഡിസിപ്ലിൻ അച്ചടക്കം ഉണ്ടാക്കുവാനായിട്ട് ശ്രദ്ധിച്ചു എന്ന് കാണും. ക്ഷമ എന്ന് പറയുന്ന എല്ലാ ബിറ്റർനെസ്സും കളഞ്ഞ് നിരപ്പ് കൊണ്ടുവരുന്ന ഒന്നാണ്. പൗലോസ് അത് തന്നെ കുറ്റപ്പെടുത്തിയായിട്ട് അത് എടുത്തില്ല. കാരണം സഭയോടുള്ള സ്നേഹവും അത് പറഞ്ഞ വ്യക്തിയോടുള്ള ബഹുമാനവും കൊണ്ട് അത് ചെയ്തില്ല. 2 കൊരിന്ത്യർ 2:3 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ സമയമുള്ളവരത് വായിക്കുക. അതിനകത്ത് ഇങ്ങനെ 10-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിങ്ങൾ വല്ലതും ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു. എന്നാൽ ഞാൻ വല്ലതും ക്ഷമിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിമിത്തം ക്രിസ്തുവിൻ്റെ സന്നിധാനത്തിൽ ക്ഷമിച്ചിരിക്കുന്നു. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ഇവിടെ ക്ഷമ എന്ന് പറയുന്നത്, ക്ഷമിക്കാതിരിക്കുന്നത് സാത്താൻ കൊണ്ടുവരുന്നൊരു തന്ത്രമാണ് എന്നുള്ള രീതിയിൽ ഇവിടെ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതുകയാണ്. സാത്താൻ ഒരിക്കലും അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് സമ്മതിക്കരുത്. ഒരു ക്ഷമിക്കാത്ത അപ്രോച്ചായിരുന്നെങ്കിൽ സഭയിൽ കലഹമുണ്ടായേനെ. എന്നാൽ നമ്മൾ ക്ഷമിക്കുന്ന ഒരവസ്ഥയിൽ ആയിരിക്കണം. നമ്മുടെ സഹോദരങ്ങളോടുള്ള പിണക്കത്തിൻ്റെ കാര്യം, അതുപോലെ നമ്മൾ എല്ലാം ടെമ്പററി ആയിട്ട് പല കാര്യങ്ങൾ ആണ് ഇതെല്ലാം ഉള്ളത്, ഈ ലോകത്തിലുള്ളത്. നമുക്കറിയാം 60, 70 അല്ലെങ്കിൽ 90, 100 വയസ്സ്, ഈ പ്രായങ്ങളിൽ ഈ സമയങ്ങളിലുള്ള ചില ലീഗലിസ്റ്റിക്കായിട്ടുള്ള അൺഫോർഗീവ്നെസ്, ക്ഷമയില്ലാത്ത ചില ചിന്താഗതികൾ, അത് കടന്നു വന്നിട്ട് നമ്മുടെ ഹൃദയം കുരുടായി പോകും എന്നുള്ളത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ക്ഷമിക്കാനുള്ള കഴിവ് അത് ദൈവികമാണ്. ഈ ക്ഷമിക്കാനുള്ള കഴിവ് ദൈവം നമ്മുടെ എത്ര പാപങ്ങൾ ചെയ്തെങ്കിലും ദൈവം നമ്മൾ ക്ഷമിച്ചില്ലേ. അനാദിയായിട്ട് യേശുക്രിസ്തുവിൽ കൂടിയുള്ള വീണ്ടെടുപ്പ്, നമ്മുടെ പാപങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത് അത് ചെയ്യുവാനായിട്ട് ദൈവം ശ്രദ്ധിച്ചു എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ അതേ ക്യാരക്ടർ, ദൈവത്തിൻ്റെ ക്യാരക്ടർ നമ്മൾ കൂടി പ്രദർശിപ്പിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരോട് ക്ഷമിക്കുക. എത്ര പ്രാവശ്യം 70 വട്ടം ക്ഷമിക്കുക എന്നാണ് കർത്താവ് പറഞ്ഞത്. അതുപോലെ ക്ഷമിക്കാനായിട്ട് നമ്മൾ പഠിക്കുക. വി ആർ നോട്ട് ഇഗ്നറൻറ്റ് ഓഫ് ഹിസ് ഡിവൈസസ്. സാത്താൻ്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലോ. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? സാത്താൻ ക്ഷമയില്ലാത്ത രീതിയിലുള്ള ചിന്തകൾ കൊണ്ടുവരുമ്പോൾ നമ്മളെ തോൽപ്പിക്കും. പത്രോസ് കർത്താവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. ഇവിടെ കാണുന്നത് സാത്താൻ അവനെ പാറ്റുകയാണ്. എന്നാൽ അവസാനം യേശു അവനെ ഒരു നോട്ടം നോക്കിക്കഴിഞ്ഞപ്പോഴേ അവന് മനസ്സിലായി. അവൻ അതിദുഃഖത്തോടു പോയി കരയുന്നതായിട്ട് കാണുന്നു. ക്ഷമ എന്ന് പറയുന്നത്, കർത്താവ് അവനെ സ്നേഹിച്ചു, വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നു. 3 പ്രാവശ്യം അവനോട് പറയുന്നു, നീ പത്രോസേ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ച് പത്രോസിനെ തിരിച്ചു കൊണ്ടുവരുന്നൊരു കർത്താവ്. അത് ക്ഷമ ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥയിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരോടെങ്കിലും എന്തെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ തീർച്ചയായും ആ ക്ഷമ ദൈവസന്നിധിയിൽ
ചോദിക്കുകയും അവരോട് പോയി ക്ഷമിക്കുകയും ചെയ്യണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ക്ഷമയില്ലായ്മ എന്ന് പറയുന്ന പിശാചിൻ്റെ ഒരു താവളമാണ്. അത് ക്രൂക്കഡ്നെസ് നമ്മുടെ ഹൃദയങ്ങൾ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ തടസ്സപ്പെടും. മറ്റൊരാളോട് ക്ഷമിക്കാതിരുന്നാൽ, നിൻ്റെ സഹോദരനോട് ക്ഷമിക്കാതിരുന്നാൽ, അത് ഒന്ന് യോഹന്നാനിൽ പ്രത്യേകം പറയുന്ന ഭാഗമാണ്. നീ യാഗമർപ്പിക്കുന്നതിന് മുമ്പേ നിൻ്റെ സഹോദരനോട് നിരന്നില്ലെങ്കിൽ നീ പോയി നിരന്നിട്ട് വന്ന് നിൻ്റെ പ്രാർത്ഥന എൻ്റെ സന്നിധിയിലേക്ക് അപേക്ഷിക്കുക. അത് യേശുക്രിസ്തു പറയുന്നൊരു കാര്യമാണ്. നമ്മുടെ സഹോദരനോട് നിരക്കാതിരിക്കുകയാണെങ്കിൽ, അവനോട് ക്ഷമിക്കാൻ പറ്റില്ല, ഏത് പാപമായാലും ഏത് രീതിയിലുള്ള അനീതിയാണെങ്കിൽ കൂടിയും അവനോട് ക്ഷമിച്ചാൽ ദൈവം നമ്മളോട് കാരുണ്യം കാണിക്കുകയും നമ്മളോട് ക്ഷമിക്കുകയും ചെയ്യും. അതുകൊണ്ട് പിശാചി നാളുകളിലെ ക്ഷമയില്ലായ്മ, അൺഫോർഗീവ്നെസ് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്ന ഒന്നാണ്. അതിൽ നിന്ന് നമ്മൾ സക്സസ്ഫുള്ളായിട്ട് ജയിക്കാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോട്ടെ, സമയമില്ലാത്തതുകൊണ്ട് അടുത്തയിലേക്ക് ഞാൻ കയറുകയാണ്. പെർസിക്യൂഷൻ, പീഡനങ്ങൾ. ഈ പീഡനവും പിശാച് കൊണ്ടുവരുന്ന ഒന്ന് തന്നെയാണ് ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. പീഡനം എന്ന് പറഞ്ഞാൽ, പെർസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി, നീതിക്ക് വേണ്ടി നിൽക്കുമ്പോൾ എടുക്കേണ്ട ത്യാഗങ്ങളെക്കുറിച്ചും വരുന്ന കഷ്ടതയെക്കുറിച്ചുമാണ് പീഡനം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഗ്രഹാം സ്റ്റെയിൻസും കുടുംബവും ഇന്ത്യയിൽ പീഡനത്തിൽ കൂടി കടന്നുപോയ കാര്യങ്ങളറിയാം. അവരുടെ ജീവിതം ഇന്ത്യക്ക് വേണ്ടി ഹോമിക്കപ്പെട്ടു. റാഡിക്കലായിട്ടുള്ള ഹിന്ദുസ് ആ ദൗത്യത്തിനിറങ്ങി കുഷ്ഠരോഗികളെയും പാവപ്പെട്ടവരുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങളിൽ ഇറങ്ങി അവരെ ഉദ്ധരിക്കുന്ന പ്രവർത്തനങ്ങളെ തടസ്സപ്പെട്ടു. മുസ്ലിം കൺട്രീസിൽ, പ്രത്യേകിച്ച് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ അബു സായഫ് എന്ന് പറയുന്ന മിലിറ്റൻ്റ് ഗ്രൂപ്പ് ഇന്ന് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്കറിയാം. ബോംബിങ്, കിഡ്നാപ്പിങ്, അസാസിനേഷൻ ഒക്കെ അവരുടെ ജീവിത ശൈലിയാണെന്ന്. IS ഗ്രൂപ്പ് പലരെയും പിടിച്ചുകൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെടുന്നു. ഇതെല്ലാം ഇന്ന് കാണുന്ന ചില പീഡനങ്ങളുടെ മാർഗങ്ങളാണ്. ഇത് നേരത്തെ ഉണ്ടായിരുന്നു. റോമൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അന്നത്തെ ക്രിസ്ത്യൻസ് അനുഭവിച്ചതുപോലെ പല രാജ്യങ്ങളിലും ഇന്നും ക്രിസ്ത്യൻസ് പീഡിപ്പിക്കപ്പെടുന്നു. സാത്താൻ ഈസ് ദ സോഴ്സ് ഓഫ് ക്രിസ്ത്യൻ പെർസിക്യൂഷൻ. പിശാചാണ് ഈ ക്രിസ്തീയമായിട്ടുള്ള പീഡനത്തിൻ്റെ ഒരു ഉറവിടം എന്ന് പറയുന്നത്. അതിന് ബൈബിളിൽ ഒരുപാട് കാര്യങ്ങൾ, രേഖകളുണ്ട്. ഞാനതെടുത്ത് നമുക്ക് വിവരിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ സഭകൾക്കുള്ള ദൂതിൽ സ്മുർണ്ണ സഭയെക്കുറിച്ചുള്ളൊരു ദൂതുണ്ട്. വെളിപ്പാട് 2:8 മുതൽ 11 വരെയുള്ള വാക്യം. അത് ഞാനൊന്ന് വായിക്കാം. സ്മുർണ്ണയിലെ സഭയുടെ ദൂതൻ എഴുതുക: മരിച്ചവരായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനും അവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ കഷ്ടതയും ദാരിദ്ര്യവും, നീ ധനവാനാവുന്നതാനും തങ്ങൾ യഹൂദർ എന്ന് പറയുന്നതിൽ യഹൂദരല്ല, സാത്താൻ്റെ പള്ളിക്കാരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിപ്പാനുള്ള പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങൾ ചിലരെ തടവിലാക്കാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവും. മരണപതിയിൽ നിന്ന് വിശ്വസ്തനായിരിക്കുക. എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. സ്മുർണ്ണ സഭയെക്കുറിച്ച് നേരത്തെ ഒരു എപ്പിസോഡ് തന്നെ പൂർണ്ണമായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളതിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പിടികിട്ടും. അവിടെ പറയുന്നുണ്ട്, ഈ സഭ ധാരാളമായിട്ടുള്ള കഷ്ടപ്പാടിൽ കൂടിയും പീഡനത്തിൽ കൂടിയും കടന്നു പോകുന്നു. 10 ദിവസം ഇവിടെ മെൻഷൻ ചെയ്യുന്നത് പ്രധാനമായിട്ട് 10 റോമൻ റൂളേഴ്സ് അവരെ ടോർച്ചർ ചെയ്യുന്നു എന്നുള്ളതാണ്. ആ 10 റോമൻ റൂളേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആ എപ്പിസോഡിൽ പറയുന്നുണ്ട്. എന്നാൽ അവരോട് യേശു പറയുന്നത് മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക എന്നുള്ളതാണ്. എല്ലാ സാഹചര്യങ്ങളും എതിരായാലും പിടിച്ചു നിൽക്കുക. ഇവിടെ പറയുന്ന പിശാച്, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളെ ചിലർ തടവിലാക്കാൻ പോകുന്നു. സാത്താൻ ഈസ് ദ സോഴ്സ് ഓഫ് ക്രിസ്ത്യൻ പെർസിക്യൂഷൻ. ഇവിടെ നിങ്ങളെ തടവിലാക്കുന്നതും നിങ്ങൾക്ക് ഉപദ്രവം തരുന്നതും പിശാചാണ്. ഈ പിശാച്, ഡെവിൾ എന്നുള്ള വേർഡ് തന്നെ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതെന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ശരിക്കും നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഈ 10 ദിവസത്തെ ഉപദ്രവം എന്ന് പറയുന്ന 10 രാജാക്കന്മാർ, റോമൻ എംപയേഴ്സ് വരുന്നു. ആ സമയത്ത് അവരെ പീഡിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു. അനേകം ആളുകളെ, ക്രിസ്ത്യാനികളെ അന്ന് തീയിലിട്ട് ചുട്ടുകളയുകയും മൃഗങ്ങളുടെ മുമ്പിൽ പിടിച്ചിടുകയും മൃഗം അന്ന് ഇരയായിത്തീരുകയും ജീവനോട് കത്തിക്കുകയും അവരുടെ പാർട്ടിയിലെ, ഗാർഡൻ പാർട്ടിയിലെ അവരെ വിളക്കായിട്ട് നിർത്തി കത്തിക്കുകയും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചൂട് എണ്ണയിൽ ഇട്ട് ബോയിൽ ചെയ്യുകയും ഒക്കെ ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. ഇതെല്ലാം പെർസിക്യൂഷൻ ആണ്. നമുക്കറിയാം ഇതിൻ്റെയൊക്കെ പിന്നിൽ പിശാചാണ് എന്ന് നമുക്കറിയാം. എഫേസ്യർ 6:12 നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോട്. സോ വിക്കഡ്നെസ് ഇൻ ദ ഹെവൻലി പ്ലേസസ്, സ്പിരിച്വൽ വാർഫെയർ അഗൻസ്റ്റ് അൺഫോർസീൻ ഫോഴ്സസ്, നമ്മൾ കാണാത്തതായിട്ടുള്ള ഫോഴ്സിലാണ്. ഇന്ന് ലോകത്തിൽ പലതിൻ്റെയും ഡെഫിനിഷൻ തന്നെ മാറിയിരിക്കുകയാണ്. പണ്ട്
സ്നേഹം എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുക, മറ്റുള്ളവരുടെ പ്രോഗ്രസ്സിന് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് സ്നേഹം എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ ചെയ്യുന്ന തിന്മയാണെങ്കിലും അത് അപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. വ്യത്യാസം മാറിയിട്ടുണ്ട് കേട്ടോ, ശ്രദ്ധിക്കുക. സ്നേഹം എന്ന് പറയുന്ന വേറൊരാളിനെ കരുതുകയും അവർക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ, ഇന്ന് വേറൊരാൾ ചെയ്യുന്ന തിന്മയെ നമ്മൾ അപ്രൂവ് ചെയ്യുന്നതാണ് സ്നേഹം. സോ ന്യൂ ഡയമെൻഷൻ ടു ലവ്, സ്നേഹത്തിന് പുതിയ മാനങ്ങൾ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ്, ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവരെ പറയുന്ന പേര് ദേ ആർ ഹേറ്റ്ഫുൾ പീപ്പിൾ, അവരെ പ്രതിരോധിക്കേണ്ടവരാണ് എന്ന്. കാരണം എന്താണ്, അവരെ സ്നേഹം പഠിപ്പിക്കുന്നു, അവർ സത്യം പഠിപ്പിക്കുന്നു. നിങ്ങൾ ചില ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തില്ല, അവരോട് കൂടെയില്ലെങ്കിൽ നിങ്ങൾക്ക് പീഡനം വരും. ഇന്ന് അതുകൊണ്ടാണ് ക്രിസ്ത്യൻസിന് ലാർജ് സ്കെയിൽ പെർസിക്യൂഷൻ വരുന്നത്. നമുക്കറിയാം, ഈ ഫ്യൂഡലിസ്റ്റിക് ചിന്താഗതിയും അതുപോലെ പാവപ്പെട്ടവരെ പീഡിപ്പിക്കുകയും അവർക്കുണ്ടാകുന്ന കൃഷി സാധനങ്ങൾ അവരെ വഞ്ചിച്ച് എടുത്തുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അതിനെതിരായിട്ട് ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ വന്ന് അവരെ പഠിപ്പിക്കുകയും അവരെ ആ രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ അവരതിനായിട്ട് എതിരായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മേലാളന്മാർ അല്ലെങ്കിൽ മുകളിലുള്ള ഫ്യൂഡൽ ലോഡ്സിന് ഈ സ്ഥലങ്ങളൊക്കെ പാട്ടത്തിന് കൃഷിക്ക് കൊടുത്തിരിക്കുന്നവരുടെ വരുമാനം കുറയുകയും അവർ ഇതിനെതിരായിട്ട് പീഡനം അഴിച്ചുവിടുകയും ചെയ്തു. ശരിക്കും മിഷണറിമാരെ ഓടിക്കുകയും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയും ചെയ്യാനുള്ള ഒരു കാരണം അതാണ്. കാരണം അവിടുത്തെ ഫ്യൂഡൽ സിസ്റ്റം, അതുപോലെ അവിടെ ഉണ്ടാകുന്ന അനീതിക്കെതിരെ, അധർമ്മത്തിനെതിരെ ശബ്ദമുയർത്തുന്നു. യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ പലതും സ്നേഹത്തിലുള്ള പഠിപ്പിക്കലാണെങ്കിലും അനീതിക്കും അധർമ്മത്തിനുമെതിരെ ശബ്ദമുയർത്തുന്നതാണ്. ഇവിടൊക്കെ തന്നെ പിശാചിന് ഇഷ്ടമല്ല, പിശാച് അവിടെ എല്ലാം പെർസിക്യൂഷൻ അയച്ചു വിടുന്നു. ഇത് 2-3 ടൈപ്പിലുള്ള പെർസിക്യൂഷനുണ്ട്. ഒന്ന് ഫിസിക്കൽ പെർസിക്യൂഷനാണ്, ശരീരത്തിലുള്ള പെർസിക്യൂഷൻ. അതും പണ്ട് തൊട്ടേ ഉള്ളതാണ്, ഇപ്പം തുടങ്ങിയതല്ല. എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 35 തൊട്ടുള്ള വാക്യങ്ങളിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പലതരമായിട്ടുള്ള പ്രയാസങ്ങൾ, പീഡനങ്ങൾ, ടോർച്ചേഴ്സ് ഇതിൽ കൂടി കടന്നു പോയിട്ടുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. 35 വാക്യങ്ങൾ വായിച്ചതിനകത്ത് ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയുള്ള പരീക്ഷ അനുഭവിച്ചു, കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ച് ബുദ്ധിമുട്ട്, ഉപദ്രവം, കഷ്ടത സഹിച്ചു. കാടുകളിലും മലകളിലും ഭൂമിയുടെ പിളർപ്പിലും ഉഴന്ന് വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല എന്ന് കാണുന്നു. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇന്നും ചില കൺട്രീസ് ഈ പീഡനങ്ങൾ അയച്ചു വിടുന്നുണ്ട്. ചില സ്റ്റേറ്റുകളിലെ, ചില കൺട്രീസിലെ നിയമം തന്നെ ഉണ്ടാക്കി ആ പീഡനങ്ങൾ നടത്തുന്നതായിട്ട് കാണുന്നു. ചില രാഷ്ട്രങ്ങളിൽ തന്നെ, സെക്യുലർ അല്ലാത്ത രാഷ്ട്രങ്ങളുണ്ട്, അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ഫിസിക്കൽ പെർസിക്യൂഷൻ. വെസ്റ്റേൺ കൺട്രീസിലെ ഒക്കെ, ഈ വെസ്റ്റേൺ കൺട്രീസിലും അല്ല ഇപ്പോൾ ഇന്ത്യയിലും തന്നെ റൂൾസൊക്കെ ഡൈല്യൂട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാം. പിശാച് അതിനകത്തും ഒരുപാട് കളിക്കുന്നുണ്ട്. ദൈവകൽപ്പന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രമാണത്തിനെതിരായിട്ടുള്ള പല നിയമങ്ങളും ഉണ്ടാക്കിയിട്ട് ഈ സീരിയസ്നെസ് ഇൻ ക്രിസ്ത്യൻ ഫെയ്ത്ത്, ക്രിസ്തീയ വിശ്വാസത്തിലുള്ള ആധികാരികത അല്ലെങ്കിൽ അതിനകത്തുള്ള അപ്രോച്ച് ഒരു കാഷ്വൽ വേയിലെടുത്ത്, നിങ്ങൾക്ക് സാധാരണ മനുഷ്യൻ ജീവിക്കുന്ന പോലെ നിങ്ങൾ ജീവിച്ചാൽ പോരെ, നിങ്ങൾ ഈ ലോകത്തിലുള്ള പ്ലഷേഴ്സൊക്കെ അങ്ങോട്ട് അനുഭവിച്ച് ജീവിക്കുക, ദൈവത്തിൽ ആശ്രയത്തിനൊന്നും വേണ്ട ആവശ്യമില്ല. അതൊക്കെ പഴയ കഥകൾ, നിങ്ങളുടെ വല്യപ്പന്മാർ പറഞ്ഞ കഥകളാണ്, നിങ്ങൾ ഇപ്പോൾ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, നിങ്ങൾ അങ്ങോട്ട് എൻജോയ് ചെയ്ത് ജീവിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് തെറ്റിച്ചുകൊണ്ട് പോകുന്ന ചിന്തകൾ ഇന്ന് നമ്മുടെ ഈ രാഷ്ട്രത്തിലും അല്ല വെസ്റ്റേൺ കൺട്രീസിലുമൊക്കെ ഉണ്ട്. എന്നാൽ കർത്താവിൽ ആശ്രയിച്ച് അതിനകത്ത് പിടിച്ചു നിൽക്കുന്നവർക്ക് ചിലപ്പോൾ ഫിസിക്കൽ പെർസിക്യൂഷനും ഉണ്ടാവാറുണ്ട്. എബ്രായർക്ക് ലേഖനത്തിൽ നമ്മൾ നേരത്തെ വായിച്ചു 11-ാം അധ്യായത്തിൽ ഈ നേതാക്കന്മാരെല്ലാം തന്നെ അതിൽ പറയുന്ന ഹീറോസ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ നായകന്മാരെല്ലാം തന്നെ ഇതുപോലുള്ള പല സിറ്റുവേഷനിൽ കൂടി കടന്നുപോയി അതിനെ അതിജീവിച്ചവരാണ്. അവരെല്ലാം തന്നെ ദൈവം ഒരുക്കിയ ആ വലിയ നഗരത്തിനായി കാത്തിരുന്നതായിട്ട് എബ്രായർ 11:16 പറയുന്നുണ്ട്. അതിൽ അവരെല്ലാം ഈ കഷ്ടതയിൽ കൂടി പലതും കടന്നുപോയി. അവർ ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ, ചിന്തകൾ അവർ തെറ്റിച്ചുകൊണ്ട് പോയില്ല. ഈ ലോകം ഒരിക്കലും അവർക്ക്
അവർക്ക് നന്മ കൊടുക്കുകയില്ല എന്നവർ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ലോകത്തിൽ അതീതമായിട്ട് ഒഴുക്കിനെതിരെ നീന്താനായിട്ട് അവർ ചിന്തിച്ചതാണ്. അതുകൊണ്ടാണ് സ്മിർന സഭയോട് പറയുന്നത്, ബി ഫെയ്ത്ത്ഫുൾ അൺ ടു ഡെത്ത്, മരണം വരെ വിശ്വസ്തരായിരിക്കുക എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നീ ഒരു പ്രൈസ് നിനക്ക് കിട്ടും എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് നമ്മുടെ ശാരീരികമായിട്ടുള്ള പീഡനത്തെക്കുറിച്ചാണ്. രണ്ടാമത് നമുക്ക് ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ പെർസിക്യൂഷൻ, നമ്മുടെ മനസ്സിനുള്ള പീഡനം, മാനസികമായിട്ടും ഉള്ള പീഡനം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളെ പ്രതിഫലം വലുതാവുകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുമ്പേയുള്ള പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. ഇവിടെയും പറയുന്ന അക്യൂസിഷൻ ആണ് നേരത്തെ പറഞ്ഞതുപോലെ, നിങ്ങൾക്കെതിരായിട്ട് ആളുകൾ പറയുക, വിശ്വാസികൾക്കെതിരായി തിന്മ പറയുക, ചെയ്യുക. ഇങ്ങനെയുള്ളവർ കീ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഗവൺമെൻറ്റിലായാലും എഡ്യൂക്കേഷനിലായാലും സത്യത്തിന് പ്രാധാന്യമില്ലാതെ അത് സത്യത്തിനെ ഹെയ്റ്റ് ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ഇമോഷണലായിട്ടുള്ള വലിയൊരു ടെൻഷൻ, ഒരു പീഡനം നമുക്കുണ്ടെന്ന് മറന്നു പോകരുത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ സത്യമായിട്ടുള്ള കാര്യങ്ങളെ ചെയ്യുള്ളൂ എന്ന് പറയുന്ന ഓഫീസുകളിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴേ മേളിൽ നിന്ന് പൊളിറ്റിക്കൽ പ്രഷറിൽ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവരെ പ്രഷറൈസ് ചെയ്യും. സത്യത്തിന് വിരോധമായി കള്ളത്തിന് കൂട്ടു നിൽക്കാനായിട്ട് ചെയ്യുമ്പോഴേ, അത് ചെയ്യാൻ വയ്യാതെ വരുമ്പോഴേ അവരെ മാനസികമായി പീഡിപ്പിക്കുകയും അതുപോലെ അവരെ ട്രാൻസ്ഫർ ചെയ്യുകയും അല്ലെങ്കിൽ ആ രീതിയിൽ ഉള്ള പ്രയാസങ്ങൾ കൂടി കടത്തിവിടുന്ന ഒരവസ്ഥ. പൗലോസിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ 2 കൊരിന്ത്യർ 7:5 പറയുന്ന പോലെ, പുറത്ത് യുദ്ധം അകത്ത് യുദ്ധം, ഞങ്ങളുടെ ജഡത്തിനൊട്ടും സുഖമല്ല, എല്ലാ വിധത്തിലും കഷ്ടമത്രേ ഉണ്ടായത്. അകത്ത് യുദ്ധവും പുറത്ത് യുദ്ധവും, പുറത്തുനിന്നുള്ള പ്രഷർ, അകത്തുനിന്നുള്ള പ്രഷർ, ഇത് രണ്ടും കൂടെ വന്ന് ഇമോഷണലായിട്ട് നമ്മൾ വീക്കായി പോകുന്ന ഒരു പെർസിക്യൂഷൻ. ഇതുപോലെ തന്നെ ദാവീദിനും തൻ്റെ ആളുകൾക്കും ഇതുപോലെ തന്നെ സിക്ലാഗിലുണ്ടായ അനുഭവം 1 ശമൂവേൽ 30-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 6 വരെയുള്ള ഭാഗങ്ങളിൽ പറയുന്നു. സിക്ലാഗിൽ ദാവീദും തൻ്റെ ആളുകളും 3 ദിവസം കഴിഞ്ഞ് സിക്ലാഗിലെത്തിയപ്പോൾ അമേലിയക്കർ തെക്കേ ദേശവും സിക്ലാഗും ആക്രമിച്ച് അതിനെ തീ വെച്ച് ചുട്ടുകളഞ്ഞിരുന്നു. അവിടെയുള്ള വലിയവരും ചെറിയവരുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് തങ്ങൾക്ക് വഴിക്ക് പോയതല്ലാതെ ആരെയും കൊന്നില്ല. ദാവീദും അവൻ്റെ ആളുകളും പട്ടണത്തിലേക്ക് ചെന്നപ്പോൾ അത് തീ വെച്ച് ചുട്ടിരിക്കുന്നതും ഭാര്യമാരെയും പുത്രിപുത്രന്മാരെയും അടിമകളാക്കി കൊണ്ടുപോയിരിക്കുന്നതും കണ്ടു. ദാവീദിൻ്റെ പ്രയാസങ്ങൾ കൂടിക്കൂടി വരികയാണ്. എല്ലാം അവന് പ്രതികൂലമായിരിക്കുന്നു. എന്നാൽ അവസാനം അവൻ പറയുകയാണ്, യഹോവയിൽ ദാവീദോ തൻ്റെ ദൈവത്തിൽ ധൈര്യപ്പെട്ടു. കർത്താവിൽ ധൈര്യപ്പെടുന്ന ഒരു ദാവീദ്. സങ്കീർത്തനത്തിൽ 42-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന പോലെ, എൻ്റെ ദൈവമേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ തന്നെ അവൻ്റെ മോഹപ്രാശ രക്ഷ എൻ്റെ ദൈവമാവുന്നു എന്നിങ്ങനെ ഞാൻ സ്തുതിക്കും. കർത്താവെ നീ വൈ ആർ ദൗ കാസ്റ്റ് ഡൗൺ ഓ മൈ സോൾ, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്. കർത്താവിൽ പ്രത്യാശ വയ്ക്കുക. ഇമോഷണലായിട്ട് സൈക്കോളജിക്കലായിട്ടുള്ള പെർസിക്യൂഷൻ ഉണ്ടാവും. ദാവീദിനും എൻ്റെ ആളുകൾക്കും ഉണ്ടായി പെർസിക്യൂഷൻ. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഗവൺമെൻറ് ഓഫീസുകളിലോ ഏതെങ്കിലും സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ നമുക്കെതിരായിട്ട് സ്ലോണ്ടർ പറഞ്ഞ് നമ്മളെക്കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇവിടെ എല്ലാം നമ്മൾ പിടിച്ചു നീക്കുക, പിശാചാണ് ഇതെല്ലാം കൊണ്ടുവരുന്നത്, നമ്മൾ മറന്നു പോരുത് നമ്മുടെ ജീവിതത്തിൽ. തുടർന്ന് നമുക്ക് ചിന്തിക്കാൻ, എൻ്റെ സമയം ഇവിടെ അവസാനിച്ചതുകൊണ്ട് ഞാനിതിവിടെ നിർത്തുന്നു. തുടർന്ന് നമുക്ക് ഈ പെർസിക്യൂഷൻ്റെ പല ലെവൽ ഓഫ് പെർസിക്യൂഷൻ ചിന്തിക്കാനായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിനെ എങ്ങനെ നമ്മൾ തരണം ചെയ്യും എന്നുള്ളതും ചിന്തിച്ച് നമുക്ക് ഈ പെർസിക്യൂഷൻ്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാൻ. പിശാച് നമ്മളെ തെറ്റിച്ചുകൊണ്ട് പോകുന്ന വിധങ്ങളാണ് പറഞ്ഞ് ഇന്നത്തെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഇന്ന് പ്രാർത്ഥിക്കുന്ന ചില കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന ചില ആളുകളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ദൈവം വലിയൊരു വിടുതൽ. ദൈവമായ കർത്താവേ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കർത്താവെ പ്രയാസപ്പെടുന്ന ആളുകളെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സത്യത്തിന് വേണ്ടി നിന്നിട്ട് അവരെ അവിടെ നിന്ന് മാറ്റി പല സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തവർ, അതുപോലെ സത്യത്തിന് വേണ്ടി നിന്നിട്ട്
അവരുടെ പല ആനുകൂല്യങ്ങളും പിടിച്ചു വച്ചിരിക്കുന്നവരെ, സത്യത്തിന് വേണ്ടി നിന്നിട്ട് അവരെ ഒറ്റപ്പെടുത്തിയ കേസുകളെ, ഇങ്ങനെയുള്ള ആളുകളെ ഇന്ന് നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്കെല്ലാം പീഡനങ്ങൾ കൊണ്ടേന്ന് അറിയുന്നു. ശാരീരികമായിട്ടുള്ള പീഡനങ്ങളും മാനസികമായിട്ടുള്ള പീഡനങ്ങളുമുണ്ട്. ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോഴുള്ള പീഡനങ്ങൾ പിശാച് കൊണ്ടുവരുന്നതാണ്. അതിൽ നിന്നെല്ലാം കർത്താവെ എവരെ നീ കരകയറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കോംപ്രമൈസും ചെയ്യാതെ കർത്താവിൻ്റെ സന്നിധിയിൽ നീതിയോട് നിൽക്കുമ്പോഴേ നീ പ്രതിഫലം ഞങ്ങൾക്ക് ധാരാളമായിട്ട് തരുന്ന ദൈവമാണ്. ഞങ്ങൾക്ക് ഈ ലോകത്തിലുള്ള ചിന്തകളല്ല, അതിനതീതമായി നിത്യതയിലൊരു അവകാശവും ഒരു പ്രതിഫലവും ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കർത്താവെ സഹായിക്കണമേ. എന്നോട് ചേർന്ന് ഈ നിരാശയിൽ, ഈ പ്രയാസത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വലിയ നന്മകൾ, അനുഗ്രഹങ്ങൾ അവരുടെ മേലെ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ കർത്താവെ അവർക്കുള്ള ബെനിഫിറ്റ് തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ അത് റിലീസ് ചെയ്ത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈവൻ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് പോലും കർത്താവെ ചില കാരണങ്ങളാൽ, അകാലമായിട്ടുള്ള കാരണങ്ങളാൽ കർത്താവെ ഇതൊക്കെ തടഞ്ഞു വെച്ചിരിക്കുകയും കർത്താവെ നീതിയില്ലാതെ കർത്താവെ അവർക്ക് ആ ബെനിഫിറ്റ് കിട്ടാതെ ഇരിക്കുകയൊക്കെ ചെയ്യുന്ന ചില വ്യക്തികളെ ഇത് കാണുന്നുണ്ടല്ലോ. കർത്താവെ, ഇത് ഞങ്ങളെ അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് എ ഗ്രേറ്റ് മിറക്കിൾ മേ ഹാപ്പൻ ഇൻ ദെയർ ലൈഫ്. ഇറ്റ് ഷുഡ് റിലീസ് ലോഡ്. കർത്താവെ, അത് റിലീസ് ചെയ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിച്ച ഓർത്ത സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. പിശാച് കൊണ്ടുവരുന്ന ഈ പെർസിക്യൂഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. രണ്ടെണ്ണേ പറഞ്ഞുള്ളൂ, ഇനിയും ബാക്കിയുണ്ട്. നമ്മൾ ഫിസിക്കലും അതുപോലെ മെൻ്റലും ആണ് പറഞ്ഞത്. ഇനിയും ബാക്കിയുള്ള തുടർന്നുള്ള പെർസിക്യൂഷനുണ്ട്. നമ്മളത് വാച്ച് ചെയ്യണം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.